ഞാനൊന്നിനും മീൻസ് ഞങ്ങളെ ബാധിക്കാത്ത, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നം വരാത്ത ഒരു കാര്യത്തിനും ഞാൻ നോ പറയലില്ല. ഓൾ യൂട്യൂബിൽ ചെയ്യണം, പക്ഷെ എന്നെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങണം. അല്ല, നമ്മളിപ്പോൾ ഒരു കപ്പിൾസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് ഞങ്ങളല്ല, ആരാണെന്നുണ്ടെങ്കിലും പരസ്പരം അവരവരുടെ പാഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, മോഡലിംഗ് ഷൂട്ട് എടുക്കാൻ പൊസസീവ് ആയിട്ടുള്ള ഭാര്യമാർ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ ഞാനാണ് മോഡൽസിനെ കണ്ടുപിടിച്ചത്. ഹലോ, ഫോട്ടോ ഷൂട്ടിന് താല്പര്യമുണ്ടോ? ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയണത്, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഒരു 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ മോഡൽസിനെ കണ്ടുപിടിച്ച് മേക്കപ്പ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കണത് ഞാനാണ്. അപ്പം ഞാൻ കാക്കൂൻ്റെ അതെ ഫുൾ സപ്പോർട്ടാണ്. കാക്കൂൻ്റെ പാഷൻ അതാണ്, പ്രൊഫഷൻ അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ പാഷൻ ഫോട്ടോഗ്രാഫി അല്ല, സിനിമയുടെ എനിക്ക് അത്യാവശ്യം നല്ല ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് പിന്നെ പറയാം, അതിനൊക്കെ വലിയ വലിയ സ്റ്റോറി ആയിട്ട് നമ്മൾ പറയാം. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം ആൾക്കാർ ഇത് കേട്ടിട്ട് എനിക്ക് പോണെന്ന് പറയാം, അല്ല ഇരിക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇരുത്തിയാൽ ഞങ്ങൾ പറഞ്ഞുതരാം അല്ലേ. അതെ, അപ്പൊ എന്തായാലും രസകരമായ സംഭവങ്ങളും ഇമോഷണൽ കടന്നുപോയ സമയങ്ങളും ട്രാജഡികളും ആത്മഹത്യാപരമായ നിമിഷങ്ങളും. അപ്പോൾ സപ്പോർട്ടീവാണ്, പരസ്പരം സപ്പോർട്ടീവ് അല്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റൂല. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് നമ്മുടെ ചിലർ റീലിൽ പറയും, റീല് കണ്ടിട്ട് മറ്റേ അവരങ്ങനെയാണ് വിചാരിക്കരുത് ഗൈസ്, ഞങ്ങളും തല്ലുകൂടാറുണ്ട് ഗൈസ്. തല്ലുകൂടാതെ നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ ഇമോഷൻസും നമുക്ക്. ഇവള് ഒരു രസത്തിനുണ്ടല്ലോ, ഇപ്പോൾ ഒന്നാമത് ഇന്റർ റിലീജിയൻ മാരേജ് ആണ്. അപ്പോൾ ഒരു രസത്തിന് ഞങ്ങൾ അറിയുന്ന ആളുകള്, പേരെനിക്കറിയാം, അത് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും, ഞാൻ പറയാത്തതിന്റെ മാന്യത. അപ്പൊ മാന്യത പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലാത്തോണ്ട് അല്ലാതെ പോട്ടെ, ഞാൻ വിഷയം തന്നെ പറഞ്ഞു. അപ്പൊ പറയുന്നുണ്ട് എന്ത്, അവരത്ര സുഖത്തിലൊന്നല്ല, അവര് പിന്നെ ഫുള്ള് തല്ലുംപൊടിയാണെന്നൊക്കെ. ഞങ്ങൾ ഇതുവരെ കാര്യമായിട്ടൊരു തല്ലുപൊടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചിലപ്പോൾ തല്ലുപൊടി ഉണ്ടായിട്ടുണ്ടാവുക കുട്ടികൾ കരഞ്ഞൊക്കെ തീരെ ഇഷ്ടമല്ല ഗൈസ്. കുട്ടികളെ എനിക്ക് കരയിക്കണതേ ഇഷ്ടമല്ല. കുട്ടികളാണെങ്കിൽ കരയും. എൻ്റെ ഒരു പേഴ്സൺ അങ്ങനെ ചൂടാവും, ഇവിടും ചൂടാവും. കുറച്ച് ഞങ്ങളൊന്നാവും, ഞങ്ങൾ പുറത്ത് പോയിട്ട് നിർവഹിക്കും. ഒരു അൽഫാമിൽ തീരാത്ത പിണക്കങ്ങൾ ഞങ്ങൾ തമ്മിൽ ഇല്ല ഗൈസ്. ഇന്നും കൂടെ അൽഫാം കഴിച്ചു ഗൈസ്. അതെ, അൽഫാം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്.